എറണാകുളം കോതമംഗലത്ത് കാട്ടാന ശല്യത്തെ തുടർന്ന് വാഴകൃഷി വെട്ടി നശിപ്പിച്ച് കർഷകർ. കോട്ടപ്പടി സ്വദേശി മനോജാണ് 200 വാഴകൾ വെട്ടി നശിപ്പിച്ചത്. എൻ്റെ വാഴയും കൊക്കോയും വെച്ചിരിക്കുന്ന തോട്ടത്തിൽ ഇന്ന് പുലർച്ചെ ആന വന്ന് വാഴയും എല്ലാം നശിപ്പിച്ചു. ആ വാഴ മറിച്ചിട്ടപ്പോൾ ചവിട്ടിക്കൂട്ടി കൊക്കോ, നന്നായിട്ട് കാവലുള്ള കൊക്കോയും. ഇവിടെയെല്ലാം ജനവാസ മേഖലയാണ്. അടുത്ത എല്ലാം നിറയെ വീടുകളുള്ള ജനവാസ മേഖല. ആളുകൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ വരെ പേടിക്കേണ്ട അവസ്ഥയാണ്. ഇത് വർഷങ്ങളായി, ഏകദേശം 3 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ആന വന്ന് ഇങ്ങനെ ആക്രമണം നടത്തുന്നത്. വനം വകുപ്പിനോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്ക് ആകെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എറണാകുളം കോതമംഗലത്താണ് കാട്ടാന ശല്യത്തെ തുടർന്ന് സ്വന്തം വാഴകൃഷി കർഷകൻ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. കോട്ടപ്പടി സ്വദേശി മനോജാണ് 200ഓളം തൻ്റെ കൃഷിയിടത്തിൽ 200ഓളം വാഴകൾ വെട്ടി നശിപ്പിച്ചത്. അബ്ദുൽ നാസർ വിശദാംശങ്ങളുമായി. നാസർ, നിരാശയുടെ പുറത്തായിരിക്കണം ഈ രീതിയിൽ വളർന്ന വാഴകൾ, വന്ന വാഴകൾ വെട്ടി നശിപ്പിച്ചത് ഈ കർഷകൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഏത് തരത്തിലുള്ളൊരു കാട്ടാന ശല്യം, വന്യജീവി ശല്യമാണ് മേഖലയിലാകെ ഉള്ളത്? കാട്ടാന ശല്യം രൂക്ഷമായതോടെയാണ് സ്വന്തം വിളകൾ വെച്ച് നശിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ കർഷകൻ നീങ്ങേണ്ടി വന്നത്. പൂവക്കൊണ്ടം സ്വദേശിയാണ് മനോജ്. ഇദ്ദേഹം വനാതിർത്തിയോട് തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹം പ്രധാനമായും വാഴകൃഷിയും കൊക്കോയും ഒരുമിച്ചായിരുന്നു കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഈ മേഖലയിലേക്ക് കാട്ടാന ശല്യം വളരെ രൂക്ഷമായതോടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത്. ഇന്ന് പുലർച്ചെയോടെ കാട്ടാന എത്തി അദ്ദേഹത്തിന്റെ 100ഓളം വാഴകളെ മറിച്ചിടുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ബാക്കിയുള്ള കൃഷിയെങ്കിലും സംരക്ഷിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി 200ഓളം വാഴകൾ സ്വന്തമായി വെട്ടി നശിപ്പിച്ച് സംരക്ഷണം ഒരുക്കണം, കൃഷിക്ക് സംരക്ഷണം ഒരുക്കണം എന്നൊരു രീതിയിലേക്ക് മാറിയത്. ഫലപ്രദമായ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഇവിടെ ശക്തമായി വരികയാണ്. മാത്രമല്ല, ഈ മേഖലയിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രി കോതമംഗലത്തെ ഈ മേഖലയിൽ തന്നെ പൊങ്ങഞ്ചോട് ഉന്നതിയിലെ ഒരു കർഷകനെ, ഒരു ഉത്പാദകൻ എന്ന വ്യക്തിയെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വന്തം വിളകൾ വെട്ടി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ കർഷകർ